ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നതും ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ട് റെസിപ്പി ആട്ടോ. അപ്പോൾ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുത്ത് നിൽക്കുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീഡിയോട്ട് പോവാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി എടുക്കുക. അത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു 3-4 വെള്ളത്തിൽ തന്നെ നമ്മൾ ഈ ഒരു പച്ചരി നന്നായിട്ട് കഴുകിയിട്ടെടുക്കുക. അതിനുശേഷം നമുക്കിതിലൊന്ന് സൊക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതിനെ സൊക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 1 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ടിയില്ല. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ പച്ചരി മാത്രമായിട്ട് മാറ്റി കൊടുക്കാം. അപ്പം നമ്മളിപ്പോൾ പച്ചരി മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. 1/4 കപ്പ് വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പച്ചരി നന്നായിട്ട് അരച്ചെടുക്കാട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. തരിതരിപ്പൊന്നും ഒട്ടും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു പച്ചരി നന്നായിട്ട് അരച്ചെടുക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 കപ്പ് നമ്മൾ ദോശമാവോ അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി മാവോ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇഡ്ഡലി മാവാണ്. 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഇഡ്ഡലി മാവാട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ദോശ മാവായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു ഇഡ്ഡലി മാവിലോ ദോശ മാവിലോ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ ദോശയായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം അതിനൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊരു ദോശ പോലെ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 10 സെക്കൻഡുകളൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 സൈഡും കളറൊന്ന് മാറി വരുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഈ ഒരു പാത്രത്തിൽ മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ കുട്ടി ദോശകളൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കുക. 1/4 ടീസ്പൂണും കടുകിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് 1-2 വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു കളറും സ്മെല്ലും മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീഡിയം സൈസുള്ള 2 സവാള, വലുതാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 സവാളയും കൂടി ഇതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ കളറൊന്ന് മാറി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് അതിന് കളറൊക്കെ അങ്ങ് മാറി കിട്ടിക്കോളേ. ഇനി ഒന്ന് വഴറ്റി എടുത്തിട്ട് ഇതിന് കളർന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് വാടിക്കൊഴിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഒന്ന് കളർ മാറി വന്നാൽ മാത്രം മതി. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്തെടുക്കാം കേട്ടോ. മീഡിയം സൈസുള്ള ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ 1-2 പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 10-20 സെക്കൻഡ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ ആ ഒരു സമയം കൊണ്ട് തക്കാളിക്ക് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് പൊടികളൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് അതിലേക്ക് ആദ്യം തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു കളറും സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കുട്ടി ദോശകളുണ്ടല്ലോ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കുട്ടി ദോശ ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ കളർ നന്നായിട്ട് മാറിപ്പോവാതെ നോക്കാം കേട്ടോ. അങ്ങനെ കളർ മാറ്റാൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മളെ ദോശ. അപ്പോൾ ഇതുപോലെ ഒന്ന് കളർന്ന് മാറി തുടങ്ങുമ്പോൾ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മളിത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ മസാലയൊക്കെ നന്നായിട്ട് എല്ലാ ദോശൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന വിധത്തിൽ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ. അങ്ങനെ 1 മിനിറ്റോളം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അടച്ച് വെക്കുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില, നിങ്ങളുടെ കയ്യിൽ രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. 1 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി, ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കരുത്. നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരും ഈ ഒരു സമയത്ത്. നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം എടുക്കാതെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും കേട്ടോ.
അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ. താങ്ക്